നമസ്കാരം. നോക്കാം പ്രമുഖ പത്രങ്ങളിലെ വാർത്തകൾ വിശദമായി. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഏപ്രിൽ 23 ബുധനാഴ്ച. ഞാൻ MJ പ്രകാശ്. കശ്മീരിൽ ഭീകരാക്രമണം, 26 പേർ മരിച്ചു. മരിച്ചവരിൽ എറണാകുളം സ്വദേശിയുമുണ്ട്. ഉത്തരവാദിത്തം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ഏറ്റെടുത്തു. കശ്മീർ കുരുതിക്കളമായ വാർത്ത തന്നെയാണ് പത്രങ്ങളിലെ പ്രധാന ലീഡ്. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ചയാണ്. ബുധനാഴ്ച മുതൽ ജനങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. സിവിൽ സർവീസ് പരീക്ഷയിൽ UP സ്വദേശിനി ശക്തി ദുബെയ്ക്ക് 1ാം റാങ്ക്. ആദ്യ 100 റാങ്കിൽ 6 മലയാളികളുണ്ട്. വീണ്ടും പരിധി വിട്ട് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ജനപ്രതിനിധികൾ ഭരണഘടനയുടെ യജമാനന്മാർ എന്നും പാർലമെന്റിനു മുകളിൽ മറ്റൊരു പരമാധികാരി ഇല്ലെന്നുമാണ് പ്രസ്താവന. നോക്കാം ഇന്നത്തെ പത്രവാർത്തകൾ വിശദമായി. ആദ്യം മാതൃഭൂമിയിലേക്കാണ്. കുരുതിക്കളം. ശ്രീനഗർ. ഒരിടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ സാധാരണക്കാർക്ക് നേരെ ഭീകരരുടെ ആക്രമണം. അനന്ത്നാഗിലെ പെഹൽഗാമിലുള്ള ബൈസരൻ സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ ചൊവ്വാഴ്ച ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ എറണാകുളം ഇടപ്പള്ളി സ്വദേശി N. രാമചന്ദ്രനും കൊച്ചി നാവികസേന ഉദ്യോഗസ്ഥനായ ഹരിയാന സ്വദേശി ലഫ്റ്റനന്റ് വിനയ് നർവാളും ഉൾപ്പെടുന്നു. കൂടെയുണ്ടായിരുന്ന മകൾ ആരതിയുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രൻ കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ 2 വിദേശികളും ബീഹാറുകാരനായ IB ഓഫീസർ മനീഷ് രഞ്ജനുമുണ്ട്. 20-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒട്ടേറെ വിനോദസഞ്ചാരികൾ പ്രദേശത്തു കുടുങ്ങി. പ്രദേശത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ-ഇ തൊയ്ബയുടെ അനുബന്ധ സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു. സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. ബുധനാഴ്ച രാവിലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണിത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 പെഹൽഗാമിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ബൈസരൻ താഴ്വര സന്ദർശിക്കാനെത്തിയവർക്ക് നേരെ സൈനിക വേഷത്തിലെത്തിയ 7-അംഗ ഭീകരസംഘം തുരുതുര വെടിയുതിർക്കുകയായിരുന്നു. കാൽനടയായോ കുതിരപ്പുറത്തോ എത്തിച്ചേരാകുന്ന പ്രദേശമാണിത്. അന്വേഷണം NIA ഏറ്റെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. രാത്രിയോടെ അമിത്ഷാ ശ്രീനഗറിലെത്തി. ആക്രമികളെ വെറുതെ വിടില്ലെന്ന് ഷാ പറഞ്ഞു. സംഭവത്തെ ലോക നേതാക്കൾ അപലപിച്ചു. വേദനാജനകമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പെഹൽഗാമിലെ ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതും വേദനാജനകവുമാണ്. നിരപരാധികളെ ആക്രമിക്കുന്നത് അങ്ങേയറ്റം ഭയാനകവും മാപ്പർഹിക്കാത്തതുമായ പ്രവൃത്തിയാണ്. അനുശോചനം രേഖപ്പെടുത്തുന്നു. വെറുതെ വിടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ഈ ഹീനമായ പ്രവൃത്തിക്ക് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരെ വെറുതെ വിടില്ല. അവരുടെ ദുഷ്ട അജണ്ട ഒരിക്കലും വിജയിക്കില്ല. ഭീകരതയ്ക്ക് നേരെ പോരാടാനുള്ള ഞങ്ങളുടെ നിശ്ചയം അചഞ്ചലമാണ്. അത് കൂടുതൽ ശക്തമാകും. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം. ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ. പെഹൽഗാം. കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെയാണ് കർണാടകയിലെ ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥ് കൊല്ലപ്പെട്ടത്. ഭീകര നിമിഷങ്ങളിൽ നിന്ന് മുക്തയായിട്ടില്ല മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി. മകന്റെയും എന്റെയും കൺമുന്നിൽ വെച്ചാണ് മഞ്ജുനാഥിനെ കൊലപ്പെടുത്തിയത്. അക്രമികൾ ഒരു വിഭാഗക്കാരെ ലക്ഷ്യമിടുന്നതായി തോന്നി. 3-4 പേർ ഞങ്ങളെ ആക്രമിച്ചു. ഭീകരർ ലക്ഷ്യമിട്ടത് പുരുഷന്മാരെയായിരുന്നു. ഭർത്താവിനെ കൊന്നില്ലേ, എന്നെയും കൊല്ലൂ എന്നവരോട് പറഞ്ഞു. നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്നാണ് ഒരാൾ മറുപടി നൽകിയത്. ഇതൊരു ദുസ്വപ്നം പോലെയാണ് ഇപ്പോഴും തോന്നുന്നത്. പ്രദേശവാസികളായ 3 പേരാണ് ഞങ്ങളെ രക്ഷിച്ചതെന്നും പല്ലവി പറഞ്ഞു. സിവിൽ സർവീസ് പരീക്ഷ. കേരളത്തിന് തിളക്കം. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയത്തിന്റെ അതിമധുരം പെൺകുട്ടികൾക്ക്. ആദ്യത്തെ 5 പേരിൽ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണുള്ളത്.
1009 പേർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിൽ 42 മലയാളികൾ ഇടം നേടി. 1009 പേരുടെ പട്ടികയിൽ ആദ്യ 100-ൽ മലയാളികളായ 6 പേരുണ്ട്. റാങ്ക് ജേതാക്കളിൽ 22 പെൺകുട്ടികളും 19 ആൺകുട്ടികളുമാണ്. ഇത്തവണ ആദ്യത്തെ 1000-ൽ 54 മലയാളികളാണുണ്ടായിരുന്നത്. 1, 2, 4 റാങ്കുകൾ നേടിയത് പെൺകുട്ടികളാണ്. ഉത്തർപ്രദേശ് സ്വദേശിനി ശക്തി ദുബൈ 1-ാം റാങ്കും ഹരിയാന സ്വദേശിനി ഹർഷിത ഗോയൽ 2-ാം റാങ്കും ഡൽഹി സ്വദേശിനി ഷാ മാർഗി ചിരാഗ് 4-ാം റാങ്കും നേടി. ഡോംഗ്ര അർജിത് പരാഗ് 3, ആകാശ് ഗാർഗ് 5 എന്നിവരാണ് തൊട്ടടുത്ത റാങ്ക് ജേതാക്കൾ. മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച. സംസ്കാര ശുശ്രൂഷ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ. തിങ്കളാഴ്ച വിടവാങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശനിയാഴ്ച ലോകം അന്ത്യയാത്രാമൊഴി ചൊല്ലും. മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ അന്ന് പകൽ 10-ന്, അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ നടത്താൻ റോമൻ കത്തോലിക്ക സഭയിലെ കർദിനാൾമാർ ചൊവ്വാഴ്ച തീരുമാനിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് 3 ദിവസം ദുഃഖാചരണം. തിരുവനന്തപുരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് കേരളത്തിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ഇന്നലെ ആരംഭിച്ചു. ഇന്നും സംസ്കാരം നടക്കുന്ന ശനിയാഴ്ചയും ദുഃഖാചരണം പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നടക്കേണ്ട കലാപരിപാടികൾ മാറ്റിവെച്ചു. ഗസയിൽ ആക്രമണം തുടരുന്നു. 17 മരണം. ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ ഇന്നലെ 17 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. ബുൾഡോസർ ഉപയോഗിച്ച് ഒട്ടേറെ കെട്ടിടങ്ങൾ തകർത്തു. ഖാൻ യൂനിസിൽ ഒരു കെട്ടിടം ബോംബാക്രമണത്തിൽ തകർന്ന് 9 പേർ കൊല്ലപ്പെട്ടു. അതേസമയം ലെബനാനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 26 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് 26 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് ഇന്ന് വൈകിട്ട് 5:30 വരെ 1 മുതൽ 1.1 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരവാസികളും ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്നലെ ഭേദപ്പെട്ട മഴ ലഭിച്ചു. വടക്കൻ കേരളത്തിൽ പകൽ താപനില ഉയർന്നു നിന്നു. വീണ്ടും പരിധി വിട്ട് ധൻകർ. വാർത്ത മാധ്യമത്തിൽ നിന്നാണ്. ഹസനുൽ ബന്ന എഴുതുന്നു. സുപ്രീം കോടതിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കോടതിയലക്ഷ്യത്തിനായുള്ള അപേക്ഷകളിൽ അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും നടപടി വൈകിക്കുന്നതിനിടെ വീണ്ടും പരിധിവിട്ട് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഭരണഘടനയുടെ യജമാനന്മാരെന്നും പാർലമെന്റിന് മുകളിൽ മറ്റൊരു പരമാധികാരി ഇല്ലെന്നും ജഗ്ദീപ് ധൻകർ ഓർമ്മിപ്പിച്ചു. 9 ഹൈക്കോടതി വിധികളാണ് ഒറ്റ വിധിയിലൂടെ സുപ്രീംകോടതി തള്ളിക്കളഞ്ഞതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡൽഹി സർവകലാശാലയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ധൻകർ. രാജ്യതാൽപര്യം ഉയർത്തിപ്പിടിച്ചാണ് താൻ സംസാരിക്കുന്നതെന്ന് വ്യക്തമാക്കിയാണ് ആദ്യം നടത്തിയ പരാമർശത്തെ ധൻകർ ന്യായീകരിച്ചത്. സുപ്രീംകോടതിയുടെ അധികാര പരിധിയെ വീണ്ടും ചോദ്യം ചെയ്ത ഉപരാഷ്ട്രപതി പാർലമെന്റാണ് പരമോന്നതമെന്നും അതിനു മുകളിൽ ഒരു അധികാര കേന്ദ്രവുമില്ലെന്നും വ്യക്തമാക്കി. പാർലമെന്റ് പരമോന്നതമാണ്. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഭരണഘടന എന്തായിരിക്കണമെന്നതിൻ്റെ ആത്യന്തിക ചുമതലക്കാർ. ഭരണഘടന ജനങ്ങൾക്കുള്ളതാണെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള ചുമതലയും അവർക്കാണ്. ഭരണഘടനയുടെ ഉള്ളടക്കം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ്. പാർലമെന്റിന് മുകളിൽ ഒരു അധികാര കേന്ദ്രവും ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. പാർലമെന്റാണ് പരമോന്നതമെന്നും ധൻകർ പറഞ്ഞു. പൗരനാണ് പരമാധികാരി. രാഷ്ട്രവും ജനാധിപത്യവും കെട്ടിപ്പടുക്കുന്നത് പൗരന്മാരാണ്. ജനാധിപത്യത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നതും സ്പന്ദിക്കുന്നതും ഓരോ പൗരനിലുമാണ്. പൗരൻ ജാഗരൂകനാകുമ്പോൾ ജനാധിപത്യം പുഷ്കലമാവുകയും അതിന്റെ മൂല്യങ്ങൾ ഉയർത്തപ്പെടുകയും ചെയ്യും. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രിയോട് 1977 ജനം കണക്ക് ചോദിച്ചുവെന്നും ധൻകർ പറഞ്ഞു. സുപ്രീംകോടതിയെ വിമർശിച്ചതിന് രാഷ്ട്രപതി ധൻകറിനും BJP നേതാവ് നിഷികാന്ത് ദുബെയ്ക്കുമെതിരെ കോടതിയലക്ഷ്യ ഹർജിക്ക് അനുമതി തേടിയുള്ള അപേക്ഷയിൽ നടപടിയെടുക്കാത്ത കാര്യം അഭിഭാഷകർ സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി.
കോട്ടയത്ത് വ്യവസായിയെയും ഭാര്യയെയും കൊലപ്പെടുത്തി. വ്യവസായിയും ഭാര്യയും നഗരമധ്യത്തിലെ വീട്ടിൽ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ. ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ വിജയകുമാർ 64 വയസ്സ്, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കോടാലിയുടെ പുറംഭാഗം കൊണ്ട് പലതവണ തലയ്ക്കും മുഖത്തും അടിച്ചാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. മുഖം തിരിച്ചറിയാനാകാത്ത വിധം വികൃതമാക്കിയിരുന്നു. മീരയുടെ തലയ്ക്ക് പിറകിലും ദേഹത്തും മുറിവുണ്ട്. കൊലയ്ക്കുപയോഗിച്ച കോടാലി മുറിയിൽ നിന്ന് കണ്ടെടുത്തു. സംഭവത്തിൽ ഇവരുടെ ഓഡിറ്റോറിയത്തിലെ മുൻ ജീവനക്കാരൻ അസം സ്വദേശി അമിത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം. സ്വർണമോ പണമോ നഷ്ടപ്പെട്ടിട്ടില്ല. ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് നാടിന് നടുക്കിയ സംഭവം പുറം ലോകമറിയുന്നത്. വിജയകുമാറും ഭാര്യയും മാത്രമാണ് ഇവിടെ താമസം. മകൻ ഗൗതം 7 വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. മകൾ ഗായത്രി ഭർത്താവിനൊപ്പം അമേരിക്കയിലാണ്. ദേശീയപാത ആദ്യ റീച്ച് ഗതാഗതത്തിനൊരുങ്ങി. കാസർകോട് സംസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 ആറുവരിപ്പാതയിലെ ആദ്യ റീച്ച് പൂർത്തിയായി. കാസർകോട് ജില്ലയിൽ തലപ്പാടിയിൽ നിന്ന് ചെങ്കള വരെയുള്ള ഭാഗമാണ് വാഹന ഗതാഗതത്തിന് ഒരുങ്ങിയത്. ഉദ്ഘാടനം തീരുമാനിക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയായതിനാൽ ഗതാഗതത്തിന് ഇന്നോ നാളെയോ തുറന്നുകൊടുക്കും. കേരളത്തിൽ പൂർത്തിയാകുന്ന ആദ്യ റീച്ചാണിത്. നിർമ്മാണം പൂർത്തിയാകാൻ 3.5 വർഷമെടുത്തു. ഇപ്പോൾ സർവീസ് റോഡിന്റെ വൃത്തിയാക്കൽ നടപടിയാണ് പുരോഗമിക്കുന്നത്. തലപ്പാടി ചെങ്കള പാതയിൽ 39 കിലോമീറ്റർ ദൂരമാണ് ആദ്യ റീച്ചിനുള്ളത്. 1180 കോടിയുടെ പദ്ധതിയാണിത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലം ഉൾപ്പെടെ 4 വലിയ പാലങ്ങളും 4 ചെറിയ പാലങ്ങളും ഈ റീച്ചിലുണ്ട്. 8 പാലങ്ങളുടെ പ്രവൃത്തിയും നിശ്ചിത സമയത്തിനകം പൂർത്തിയായി. കാസർഗോഡ് നഗരത്തെ കീറിമുറിച്ചു പോകുന്ന 1.12 കിലോമീറ്റർ ഒറ്റത്തൂൺ പാലമാണ് റീച്ചിലെ ഏറ്റവും വലിയ പ്രത്യേകത. 27 മീറ്റർ വീതിയിൽ ദക്ഷിണേന്ത്യയിലെ ഉയർന്ന ആദ്യ മേൽപ്പാലമാണിത്. കേരളത്തിലെ തൊഴിലാളികളുടെ സഹകരണ സംഘമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയാണ് ആദ്യ റീച്ച് പൂർത്തിയാക്കിയതെന്ന പ്രത്യേകതയുമുണ്ട്. മറ്റു റീച്ചുകൾ കേരളത്തിന് പുറത്തുള്ള വമ്പൻ കമ്പനികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 3 പാത 5 വരിയായി കുറയുന്നുണ്ട്. മൊഗ്രാൽ, ഉപ്പള, ഷിറിയ പാലങ്ങളിലാണ് 5 വരി പാത. ഈ പാലങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി കരാർ പ്രകാരം പൊളിക്കാതെ 6 വരിയോടൊപ്പം നിലനിർത്തുകയായിരുന്നു. 6 വരി 5 വരിയിലേക്ക് ചുരുങ്ങുമ്പോൾ അപകടമില്ലാതാക്കാൻ ആവശ്യമായ സൂചനാ ബോർഡുകളും വേഗനിയന്ത്രണ സംവിധാനങ്ങളും അറിയിപ്പുകളും നൽകുന്നുണ്ടെന്ന് ULCC പ്രതിനിധി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം. കശ്മീരിലെ ശാന്തി കെടുത്തുക ലക്ഷ്യം. പാക് ചോരക്കളി. കശ്മീരിലെ ശാന്തി കെടുത്താൻ പുതിയ ഭീകര ഗ്രൂപ്പുകളെ പുനഃസംഘടിപ്പിക്കുന്ന പാക് പട്ടാളത്തിന്റെ തന്ത്രങ്ങളുടെ പ്രതിഫലനമാണ് പഹൽഗാമിൽ കണ്ടത് എന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. കശ്മീരിൽ ഇടപെടാനായി പാകിസ്ഥാൻ സൈനിക തന്ത്രങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഫലമാണ് പഹൽഗാമിലെ ഭീകരാക്രമണം. ഇന്ത്യയെയും പാക് അധിനിവേശ കശ്മീരിനെയും വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയിലെ ചില മേഖലകളിലാണ് കൈബലം കാട്ടാനുള്ള പാക് പട്ടാളത്തിന്റെ പുതിയ കളി. ആക്രമണത്തിന് ഭീകരർ തെരഞ്ഞെടുത്ത സമയവും ചോദ്യങ്ങളുയർത്തുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ സന്ദർശനത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലും. 40 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദിയിലെ ജിദ്ദ സന്ദർശിക്കുന്നത്. കശ്മീർ വിഷയത്തിൽ സൗദി പാകിസ്ഥാന് പിന്തുണ കൊടുത്തിട്ടില്ല. ഇന്ത്യക്കെതിരെ ഭീകര സംഘടനകളെ ഏകോപിപ്പിക്കുന്ന പാക് ചാരസംഘടനയായ ISIക്ക് സൗദിയുടെ നിലപാട് നീരസമുണ്ടാക്കിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്ത് ഇന്ത്യൻ സൈന്യത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനു പുറമെയാണ് കശ്മീരിലേക്ക് രാജ്യാന്തര ശ്രദ്ധയാകർഷിക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ജനുവരി മുതൽ പാക് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡോകൾ നുഴഞ്ഞുകയറ്റങ്ങൾക്ക് ഒരുങ്ങുന്നതായും നിയന്ത്രണ രേഖയിൽ കുഴിബോംബുകൾ സ്ഥാപിക്കുന്നതായും ഇന്റലിജൻസ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പെഹൽഗാമിൽ ഭീകരർ ആക്രമണത്തിനുപയോഗിച്ചത് AK-47 തോക്കുകളാണെന്ന് ആദ്യ സൂചനകൾ. ഇത് പാക് പട്ടാളത്തിന്റെ പിന്തുണയുടെ സൂചനയാണ്.
കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഭീകര സംഘടനകൾക്ക് മേൽ പാക് ചാരസംഘടനകൾക്ക് നിയന്ത്രണം നഷ്ടമായിരുന്നു. ഇപ്പോൾ ISI അത് വീണ്ടെടുത്തിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കരുതുന്നത്. ജമ്മുകാശ്മീരിലെ ക്രമസമാധാന നില ഒരു ദശകത്തിനിടെ മെച്ചമായത് ISIയെ അലട്ടുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് കശ്മീരിൽ പുതിയ ഭീകരതയ്ക്ക് വേരുപടർത്താൻ ISIയിലെ ഒരു വിഭാഗത്തെ പാക് നേതൃത്വം കയറൂരിവിട്ടത്. ജാഫ്ന എക്സ്പ്രസ് ട്രെയിൻ ആക്രമണം കളിയുടെ എല്ലാ നിയമത്തെയും മാറ്റിയിരിക്കുന്നു എന്നാണ് പാക് ജനറൽമാർ ഭീഷണി മുഴക്കിയത്. കഴിഞ്ഞ മാർച്ചിൽ ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ട്രെയിൻ ബലൂച്ച് തീവ്രവാദികൾ തട്ടിയെടുത്ത് യാത്രക്കാരെ ബന്ദികളാക്കിയ സംഭവമാണ് അവർ സൂചിപ്പിച്ചത്. മാസങ്ങൾക്ക് മുൻപേ ജമ്മുകാശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയ പാക് ഭീകരരാണ് പെഹൽഗാമിൽ പൊടുന്നനെ ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന സന്ദേശം നൽകുകയാണ് പാക് പട്ടാളത്തിന്റെ ലക്ഷ്യം. ജമ്മു മേഖലയിൽ സമീപ പ്രദേശങ്ങളിൽ ദുഷ്കര പർവ്വത പ്രദേശത്തുകൂടിയും കൊടുംവനത്തിലൂടെയും കാര്യമായ തോതിൽ നുഴഞ്ഞുകയറ്റമുണ്ടാകാറുണ്ട്. രാമചന്ദ്രൻ വെടിയേറ്റ് വീണത് മകളുടെ കൺമുന്നിൽ. ഭീകരാക്രമണത്തിൽ നടുങ്ങി ഇടപ്പള്ളി മങ്ങാട്ട് വീട്. കൊച്ചി. കശ്മീർ ഭീകരാക്രമണത്തിന്റെ മുഴക്കം വേദനയായി നഗരത്തിലും പടർന്നു. പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഇടപ്പള്ളി മങ്ങാട്ട് നീരാഞ്ജനം വീട്ടിൽ N രാമചന്ദ്രനുമുണ്ടെന്ന വാർത്ത ഞെട്ടലോടെയാണ് അയൽവാസികൾ കേട്ടത്. തിങ്കളാഴ്ച രാവിലെയാണ് രാമചന്ദ്രൻ കുടുംബസമേതം കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഹൈദരാബാദ് വഴി കശ്മീരിലേക്ക് പോയത്. ഭാര്യ ഷീല, മകൾ ആരതി, മകളുടെ ഇരട്ടക്കുട്ടികൾ എന്നിവർക്കൊപ്പമായിരുന്നു വിനോദയാത്ര. അച്ഛൻ വെടിയേറ്റ് മരിച്ചതായി ആരതി ഇന്നലെ രാത്രി വൈകി തൃപ്പൂണിത്തറയിലെ ബന്ധുവിനെ അറിയിക്കുകയായിരുന്നു. ട്രക്കിങ്ങിന് പോയ രാമചന്ദ്രനും ആരതിയുമാണ് ഭീകരരുടെ മുന്നിലകപ്പെട്ടത്. തങ്ങളുടെ മുന്നിലാണ് അദ്ദേഹം വെടിയേറ്റ് വീണത്. ഹൃദയ സംബന്ധമായ അസുഖമുള്ളതിനാൽ ഷീല ട്രക്കിങ്ങിന് പോയിരുന്നില്ല. പേരക്കുട്ടികളും ഷീലയ്ക്കൊപ്പമുണ്ടായിരുന്നു. രാമചന്ദ്രൻ ഒഴികെയുള്ള കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണെന്നാണ് വിവരം. രാമചന്ദ്രന്റെ മരണവിവരമറിഞ്ഞ് ഹൈദരാബാദിലുള്ള മകൻ അരവിന്ദ് കശ്മീരിലേക്ക് പുറപ്പെട്ടു. BJP സ്ഥാനാർത്ഥിയായി ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള രാമചന്ദ്രൻ പിന്നീട് ദുബായിൽ ജോലി ചെയ്തിരുന്നു. തിരിച്ചെത്തിയ ശേഷം നാട്ടിൽ തന്നെയായിരുന്നു. ഷീല എളമക്കര ഭവൻ സ്കൂളിലെ മുൻ അധ്യാപികയാണ്. കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ ജോലി ചെയ്യുന്ന ലഫ്റ്റനന്റ് വിനയ് സർവാളിന്റെ ഹണിമൂൺ യാത്രയാണ് ഭീകരർ ഇല്ലാതാക്കിയത്. ഈ മാസം 16-നായിരുന്നു വിവാഹം. വിനയുടെ മൃതദേഹത്തിനരികെ ഭാര്യ ഹിമാൻഷി മനസ്സു തകർന്നിരിക്കുന്ന ചിത്രം നാടിന്റെ വേദനയായി. അതിവേഗ കുതിപ്പ്. സ്വർണ്ണവില പവന് 75,000 രൂപയ്ക്കടുത്ത്. മിന്നും വേഗത്തിൽ കുതിച്ചുയർന്ന സ്വർണ്ണവില. ഇന്നലെ ഗ്രാമിന് 275 രൂപ വർദ്ധിച്ചതോടെ സംസ്ഥാനത്ത് 1 ഗ്രാം സ്വർണത്തിന്റെ വില 9,290 രൂപയായി. 1 പവൻ സ്വർണത്തിന് 2,200 രൂപ ഉയർന്ന് 74,320 രൂപയിലെത്തി. സമീപകാലത്ത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ വിലവർധനയാണിത്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 230 രൂപ വർദ്ധിച്ച് 7,690 രൂപയായി. ഈ വർഷം ഇതുവരെ സ്വർണം ഗ്രാമിന് 2,140 രൂപയും പവന് 17,120 രൂപയുമാണ് വർദ്ധിച്ചത്. ഈ മാസം ഇതുവരെയുള്ള വർധന ഗ്രാമിന് 780 രൂപയും പവന് 6,240 രൂപയുമാണ്. രാജ്യാന്തര സ്വർണ്ണവില ട്രോയ് ഔൺസിന് വ്യാപാരത്തിനിടെ $3,500 സംസ്ഥാനത്തും വിലവർധനയ്ക്ക് കാരണമായത്. പകരം തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് ലോകവിപണിയിലുണ്ടായ അസ്ഥിരത നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന് പ്രാധാന്യം നൽകാൻ കാരണമായി. ഇതാണ് വിലവർധനയ്ക്ക് കാരണം. ഡോളറിന്റെ മൂല്യം ഇടിയുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിച്ചു. ഓഹരി കുതിപ്പ് 6-ാം ദിനവും. നിക്ഷേപകരുടെ ആസ്തിയിൽ 33.55 ലക്ഷം കോടി രൂപയുടെ വർധന. തുടർച്ചയായ 6-ാം വ്യാപാര ദിനത്തിലും രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. 6 ദിവസത്തെ തുടർച്ചയായ നേട്ടത്തോടെ നിക്ഷേപകരുടെ ആസ്തിയിൽ 33.55 ലക്ഷം കോടി രൂപയുടെ വർധനയുണ്ടായി. സെൻസെക്സ് സൂചികയിലുണ്ടായ നേട്ടം 8%. ഇന്നലെ സെൻസെക്സ് 187 പോയിന്റ് ഉയർന്ന് 79,500 നിലവാരത്തിന് മുകളിലെത്തി. 41 പോയിന്റാണ് നിഫ്റ്റിയിലെ നേട്ടം. ബാങ്ക് ഓഹരികളിലെ മികച്ച മുന്നേറ്റമാണ് സൂചികകളിലെ നേട്ടത്തിന് പിന്നിൽ.
പരിശീലന വിമാനം തകർന്ന് പൈലറ്റ് മരിച്ചു. അമ്രേലി. ഗുജറാത്തിൽ പരിശീലന വിമാനം തകർന്ന് പൈലറ്റ് മരിച്ചു. അമ്രേലി ജില്ലയിലെ ജനവാസ മേഖലയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. ഡൽഹി ആസ്ഥാനമായ സ്വകാര്യ ഏവിയേഷൻ അക്കാദമിയുടെ വിമാനം പരിശീലന പറക്കലിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. പൈലറ്റ് മാത്രമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. സിമന്റ് കമ്പി വില കുതിക്കുന്നു. നിർമ്മാണ മേഖലയിൽ തിരിച്ചടി. മഴയ്ക്കു മുൻപേ നിർമ്മാണ പ്രവൃത്തികൾ സജീവമാകുന്ന കാലത്ത് അവശ്യ അസംസ്കൃത വസ്തുക്കളായ സിമന്റിനും കമ്പിക്കും വിലയിൽ വൻ കുതിപ്പ്. സിമന്റിന് 50 രൂപയുടെ വരെ വർധനയുണ്ടായപ്പോൾ കമ്പി കിലോയ്ക്ക് 5 രൂപ വരെ കൂടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടെന്ന് കരാറുകാരും പറയുന്നു. ജില്ലയിൽ പലയിടത്തും സിമന്റ് ഗ്രേഡ് അനുസരിച്ച് വലിയ മാറ്റമാണ് തുകയിലുണ്ടായത്. ഒരു ചാക്ക് 1-ാം ഗ്രേഡ് സിമന്റിന് 400-420 രൂപയാണ് ജില്ലയിൽ പലയിടത്തും വില. 2-ാം ഗ്രേഡിന് 380 രൂപയുണ്ട്. കഴിഞ്ഞ മാസം ചാക്കിന് 330-380 രൂപയായിരുന്നു. കമ്പനികൾക്കനുസരിച്ച് വിലയിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. 20 രൂപയോളം വീണ്ടും വർദ്ധിക്കാനിടയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. തമിഴ്നാട് ഗവർണർ കേസിലെ വിധി കേരളത്തിന് ബാധകമല്ലെന്ന് കേന്ദ്രം. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയക്രമം നിർദ്ദേശിച്ച വിധി കേരളത്തിന്റെ കേസിൽ ബാധകമല്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. തമിഴ്നാട് കേസിലെ വിധി തങ്ങൾക്കും ബാധകമാണെന്ന് കേരളം പറഞ്ഞപ്പോഴാണ് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി നിലപാടറിയിച്ചത്. ഇക്കാര്യം പരിശോധിക്കാമെന്ന് പറഞ്ഞ സുപ്രീംകോടതി ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് കേരളം നൽകിയ ഹർജികൾ മെയ് 6-ന് പരിഗണിക്കാൻ മാറ്റി. ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കുന്നില്ലെന്നു ചൂണ്ടിക്കാട്ടി 2023-ൽ കേരള സർക്കാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. തങ്ങളുടെ വിഷയം തമിഴ്നാടിന്റെ കേസിലെ വിധിയിൽ വന്നുകഴിഞ്ഞെന്ന് കേരളത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ അറിയിക്കുകയായിരുന്നു. അതേസമയം തമിഴ്നാട് കേസിലെ വിധി പരിശോധിക്കേണ്ടതുണ്ടെന്നും അതിന് സമയം വേണമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ടു. നേരിട്ടോ അല്ലാതെയോ തമിഴ്നാട് വിധി കേരളത്തിന്റെ കേസിൽ ബാധകമാണോ എന്ന് തുഷാർ മേത്തയോട് കോടതി ചോദിച്ചപ്പോൾ അല്ലെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. കേരളത്തിന്റെ കേസിലെ വിഷയം വ്യത്യസ്തമാണെന്ന് അറ്റോർണി ജനറലും വാദിച്ചു. ഗവർണറും രാഷ്ട്രപതിയും ബില്ലുകളിൽ പരമാവധി 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീംകോടതി തമിഴ്നാടിന്റെ കേസിൽ ഏപ്രിൽ 8-ന് വിധി പറഞ്ഞത്. തമിഴ്നാട് കേസിലെ വിധി തങ്ങൾക്കും ബാധകമാണെന്ന് അന്നു തന്നെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് മുൻപാകെ കേരളം അറിയിച്ചിരുന്നു. തമിഴ്നാട് കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ചിലേക്ക് കേരളത്തിന്റെ ഹർജിയും വിടണമെന്നും KK വേണുഗോപാൽ അഭ്യർത്ഥിച്ചു. സ്വാശ്രയ കോളേജ് അധ്യാപകർക്കും ഇനി നെറ്റ് നിർബന്ധം. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകർക്ക് നെറ്റ് യോഗ്യത നിർബന്ധമാക്കി. സംസ്ഥാന സർക്കാരിന്റെ 2021-ലെ കേരള സ്വാശ്രയ കോളേജ് അധ്യാപക അനധ്യാപക ജീവനക്കാർ നിയമം കർശനമാക്കി നടപ്പാക്കാൻ കാലിക്കറ്റ് സർവകലാശാല തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി സർവകലാശാലയ്ക്ക് കീഴിലെ സ്വാശ്രയ കോളേജുകളിൽ ഇനി അധ്യാപകരാകണമെങ്കിൽ UGC ചട്ടപ്രകാരമുള്ള യോഗ്യത ഉറപ്പാക്കണം. UGC ചട്ടമനുസരിച്ച് കോളേജ് അധ്യാപകർ നെറ്റ് പരീക്ഷ പാസ്സായിരിക്കണമെന്നാണ്. നിലവിൽ സ്വാശ്രയ കോളേജിലെ അധ്യാപകർക്ക് നെറ്റ് യോഗ്യത വേണമെന്നത് പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. മാർച്ച് 20-ന് ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെതാണ് പുതിയ തീരുമാനം. ഏപ്രിൽ 10-ന് പുറത്തിറക്കിയ സർക്കുലറിലൂടെ ഇത് എല്ലാ കോളേജ് അധികൃതരെയും അറിയിച്ചിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ ഈ ഉത്തരവ് നടപ്പാക്കണം. ഉത്തരവ് പ്രകാരം എല്ലാ അധ്യാപകരുടെയും വിവരങ്ങൾ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടലിൽ രേഖപ്പെടുത്തണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിനെതിരെ സ്വാശ്രയ കോളേജ് അധ്യാപക കൂട്ടായ്മ 15-ന് സർവകലാശാല ഭരണകാര്യാലയത്തിൽ പ്രതിഷേധിച്ചിരുന്നു. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്നും സംഘടന അറിയിച്ചു. എന്നാൽ സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന നിലപാടിലാണ് സർവകലാശാല. രാജീവ് ചന്ദ്രശേഖറിന്റെ ഗുരുവായൂർ സന്ദർശനം. വീഡിയോ എടുത്തതിനെതിരെ പരാതി. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്നെടുത്ത BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വിവാദമായി.
ക്ഷേത്രനടയിൽ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന കോടതി വിധി ചൂണ്ടിക്കാട്ടി KPCC മീഡിയ പാനലിസ്റ്റും അഭിഭാഷകനുമായ VR അനൂപ് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. ഇതുപ്രകാരം ടെമ്പിൾ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഗുരുവായൂരിലെത്തിയത്. അദ്ദേഹം പാർട്ടി നേതാക്കൾക്കൊപ്പം ക്ഷേത്രനടയിലൂടെ നടന്നുവരുന്നതാണ് മൊബൈലിൽ ചിത്രീകരിച്ച് റീലാക്കി ഇറക്കിയത്. ഇത് രാജീവ് ചന്ദ്രശേഖർ തന്നെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയായിരുന്നു. നേരത്തെ ജസ്ന സലീം എന്ന ചിത്രകാരി ക്ഷേത്രനടയിൽ വീഡിയോ എടുത്ത സംഭവത്തിൽ ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു. ഇക്കഴിഞ്ഞ വിഷുവിന് ക്ഷേത്രത്തിലെ തിരക്ക് പകർത്താനെത്തിയ ചാനൽ പ്രവർത്തകരെയും പോലീസ് തടഞ്ഞിരുന്നു. ഷൈനിനെതിരായ വിൻസിയുടെ പരാതി ഒത്തുതീർപ്പിലേക്ക്. ഷൈൻ ടോം ചാക്കോ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച ശേഷം തന്നോട് മോശമായി പെരുമാറിയെന്ന് കാണിച്ച് നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക്. സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര സമിതിക്കും ഫിലിം ചേംബറിനും താരസംഘടനയായ അമ്മയ്ക്കുമാണ് വിൻസി പരാതി നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന IC യോഗത്തിൽ ഷൈൻ മാപ്പ് പറഞ്ഞതോടെയാണ് ഒത്തുതീർപ്പ് സാധ്യത തെളിഞ്ഞത്. വിൻസിക്കും ഷൈനിനും പറയാനുള്ളത് IC വിശദമായി കേട്ടു. പരാതിയിലെ കുറ്റാരോപിതന്റെ പേര് പുറത്തുവന്നതിൽ അതൃപ്തി അറിയിച്ച വിൻസി ICയുടെ ഏത് തീരുമാനവും അംഗീകരിക്കാമെന്നും വ്യക്തമാക്കി. ബോധപൂർവം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തന്റെ സ്വാഭാവിക പെരുമാറ്റ ശൈലിയാണ് ഇതെന്നുമായിരുന്നു ഷൈനിന്റെ നിലപാട്. ആ ശൈലി ഇനി ആവർത്തിക്കില്ലെന്നും തന്റെ പെരുമാറ്റം മോശമായി തോന്നിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ഷൈൻ IC മുൻപാകെ പറഞ്ഞു. ഇതോടെ ഷൈന് താക്കീത് നൽകി പ്രശ്നം തീർക്കാനുള്ള തീരുമാനമാകും IC റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്നാണ് സൂചന. പരാതിയുമായി മുന്നോട്ടു പോകാൻ വിൻസിക്കും താൽപ്പര്യമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാകും അമ്മയും ഫിലിം ചേംബറും തീരുമാനമെടുക്കുക. സിനിമാ മേഖല പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ കടുത്ത നടപടി വേണ്ടെന്ന നിലപാടിലാണ് സംഘടനകൾ. മെഡിസെപ്പ് പ്രീമിയം വർദ്ധിപ്പിക്കാൻ ആലോചന. തുടർ കരാറിൽ അനിശ്ചിതത്വം. ഇപ്പോഴത്തെ കരാർ ജൂൺ 30 അവസാനിക്കും. സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസായ മെഡിസെപ്പ് പദ്ധതിയുടെ കരാർ കാലാവധി തീരാൻ 2 മാസം മാത്രം ശേഷിക്കെ തുടർ കരാറിൽ അനിശ്ചിതത്വം. പദ്ധതി നടത്തിപ്പിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചെങ്കിലും ഇതുവരെയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. 2022 ജൂലൈ 1 ആരംഭിച്ച നിലവിലെ മെഡിസെപ്പ് കരാർ 2025 ജൂൺ 30 അവസാനിക്കുന്നത്. നിലവിലെ പദ്ധതിയിലെ പോരായ്മകൾ പരിഹരിച്ച് തുടരണമെന്നാണ് സർക്കാർ താൽപ്പര്യം. അതുകൊണ്ടുതന്നെ വിദഗ്ധ സമിതിയെ ഉപയോഗിച്ചുള്ള ഉത്തരവിൽ മെഡിസെപ്പ് 2ാം ഘട്ടം എന്നാണ് വിശേഷിപ്പിച്ചത്. നിലവിൽ 500 രൂപയാണ് പ്രതിമാസ പ്രീമിയം. അതേസമയം 1ാം ഘട്ട പദ്ധതിയുടെ പകുതി പിന്നീടും മുൻപ് തന്നെ പ്രീമിയം വർധന ആവശ്യപ്പെട്ട് ഇൻഷുറൻസ് കമ്പനി സർക്കാരിനെ സമീപിച്ചിരുന്നു. അതേസമയം 1ാം ഘട്ട പദ്ധതിയുടെ പകുതി പിന്നിടും മുൻപ് തന്നെ പ്രീമിയം വർധന ആവശ്യപ്പെട്ട് ഇൻഷുറൻസ് കമ്പനി സർക്കാരിനെ സമീപിച്ചിരുന്നു. മെഡിസെപ്പ് വഴിയുള്ള ക്ലെയിം തുക കുതിച്ചുയർന്ന സാഹചര്യത്തിൽ പ്രതിമാസ പ്രീമിയമായ 500 രൂപ 550 വർദ്ധിപ്പിക്കണമെന്നായിരുന്നു കമ്പനിയുടെ ആവശ്യം. അന്ന് പക്ഷേ സർക്കാർ വഴങ്ങിയില്ല. ഒപ്പുവെച്ച കരാറിലെ ധാരണ മുൻനിർത്തിയായിരുന്നു ആവശ്യം സർക്കാർ നിരസിച്ചത്. അതേസമയം കരാർ പുതുക്കുന്ന ഘട്ടത്തിൽ പ്രീമിയം വർധന കമ്പനി ഉന്നയിക്കുമെന്നതാണ് പ്രശ്നം. അല്ലാത്തപക്ഷം പുതിയ കമ്പനിയെ കണ്ടെത്തുന്നതിന് ടെൻഡർ ക്ഷണിക്കലടക്കം ഒട്ടേറെ നടപടികൾ പൂർത്തിയാക്കണം. ഈ സാഹചര്യത്തിൽ പ്രീമിയം വർദ്ധിപ്പിച്ച് കരാർ പുതുക്കാനുള്ള ആലോചനകളുമുണ്ട്. പദ്ധതിയിലെ പോരായ്മകൾ പരിഹരിച്ച് പദ്ധതി തുടരണമെന്നാണ് സർവീസ് സംഘടനകളുടെ നിലപാട്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.